നിസ്സാര കക്ഷിയല്ല ഇറാൻ എന്നത് അമേരിക്കയ്ക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് അമേരിക്കയ്ക്ക് നേരെ അമേരിക്കയുടെ സഖ്യകക്ഷികളായി നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ രൂക്ഷമായ ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്ക ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണതിനെ തുടർന്ന്, അതായത് ഇറാൻ തകർത്ത അപ്പാച്ചെ ഹെലികോപ്റ്ററിന് പ്രതികാരമായി ഇറാന് നേരെ നടത്തിയ ഗുരുതരമായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ വിവിധ സൈനിക താവളങ്ങൾക്ക് നേരെ രൂക്ഷമായ ആക്രമണം, ഒന്നിൽ കുറയാത്ത ആക്രമണങ്ങൾ എല്ലാ രാജ്യത്തും നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന പ്രധാനപ്പെട്ട പശ്ചിമേഷ്യയിലെ താവളങ്ങളിലേക്കെല്ലാം മിസൈൽ വന്നിട്ടുണ്ട്, ചിലതിനെല്ലാം പ്രതിരോധിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. എന്നിരുന്നാലും ശരി തന്നെ അമേരിക്കയ്ക്ക് ചിലവാകുന്ന പ്രതിരോധ മിസൈലുകളാണ് ഇറാൻ്റെ വിജയമെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാര്യം അമേരിക്കയുടെ മിസൈൽ ശേഷി, പ്രതിരോധ സംവിധാനത്തിൻ്റെ ശേഷി ദിനം പ്രതി കുറഞ്ഞു വരികയാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അമേരിക്ക അവിടെ നിർത്തുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതാണ്. അമേരിക്ക കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അടുത്തു ഞങ്ങൾ ലക്ഷ്യം വെക്കാൻ പോകുന്നത് ഇറാൻ്റെ ഊർജ കേന്ദ്രങ്ങളെയാണ്. അതായത് വൈദ്യുതി നിലയങ്ങൾ, അതുപോലെ പാലങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം ആക്രമിക്കുമെന്നുള്ളതാണ്. അതായത് യുദ്ധം തുടങ്ങിയതിന് ശേഷവും ആൾനാശമുണ്ടായിട്ടുണ്ട്, വൻതോതിൽ സിവിലിയൻസ് ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സിവിലിയൻസിനെ, അതായത് സാധാരണക്കാരെ ലക്ഷ്യമാക്കിയുള്ള രൂക്ഷമായ ആക്രമണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പക്ഷേ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് ഇറാനിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധത്തിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അമേരിക്ക പറയുന്നതിനകത്ത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും അമേരിക്കൻ പ്രതിരോധ സംവിധാനവും നിരന്തരമായി എൻഗേജ് ചെയ്തിരിക്കുകയാണ് ഇറാനുമായിട്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഇറാനിലുള്ള അവസ്ഥകളെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാതെ തങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല, സമ്മർദ്ദത്തിലൂടെ കരാറിലേക്ക് എത്തുക എന്ന് പറയുന്ന രീതി നടപ്പിലാവില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഇത് നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് പറയുന്നത്. വമ്പൻ പാലങ്ങൾ, അണക്കെട്ടുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വൈദ്യുത നിലയങ്ങൾ തുടങ്ങിയവയെല്ലാം തകർക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ശുദ്ധജല സംവിധാനങ്ങളെ മൊത്തം തന്നെ തകർത്തു കഴിഞ്ഞു. ഈ പറയുന്ന ജലാശയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് പറയുന്നുണ്ട്. ജലാശയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ അരുവികളും ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള തടാകങ്ങൾ ഇറാനിലുണ്ട്. ഈ തടാകങ്ങൾക്ക് നേരെ, അതിലൊക്കെയുള്ള തടയണകളെ തകർത്തുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. അതായത് ശുദ്ധജല ലഭ്യത പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരു പശ്ചിമേഷ്യൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് കുടിവെള്ളം, അതായത് ശുദ്ധജലമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അവരുടെ ബാരലുകൾ, ഇല്ലെങ്കിൽ അവരുടെ എണ്ണക്കിണറുകൾ ദിവസങ്ങളോളം നിന്ന് കത്തിയാൽ പോലും അവരുടെ ജീവനെ ബാധിക്കില്ല. പക്ഷേ വെള്ളമില്ലാതായാൽ അവർക്ക് ഒരു നേരം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ പ്രകൃതിയും അങ്ങനത്തതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് നേരെയാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. നമ്മളുടെ ജലാശയങ്ങളിലേക്ക് ആക്രമണം നടത്തിയാൽ കൂടിയും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ ജലലഭ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കാര്യം എന്നുള്ളതാണ്. അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് തന്ത്രപ്രധാനമായ ലോകത്തിൻ്റെ ഏറ്റവും വലിയ നാഡിയെ ആക്രമിച്ചിരിക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഹോർമൂസിൻ്റെ കടലിടുക്ക് അങ്ങ് അടയ്ക്കുക. ഈ കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗതാഗതവും അവിടെ സാധ്യമാകില്ല. ചരക്ക് ഗതാഗതമോ ഇല്ലെങ്കിൽ സൈനിക നീക്കമോ തുടങ്ങി ഒന്നും തന്നെ അവിടെ സാധ്യമാകില്ല എന്നുള്ളതാണ്. ഹോർമൂസ് പൂർണ്ണമായും അടയ്ക്കുകയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ എല്ലാം നിരത്തിപ്പിടിച്ച് ഇറാൻ ആക്രമിക്കും. അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അവിടെയുള്ള കപ്പലുകൾക്കൊന്നും തന്നെ കടന്നു വരാൻ കഴിയില്ല. അതോടുകൂടി തന്നെ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. പിന്നെ ഇറാൻ്റെ ആക്രമണത്തെ എങ്ങനെ ചെറുക്കും എന്നുള്ളതാവും അമേരിക്കയുടെ മുമ്പിലുള്ള ചോദ്യം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് തളർത്താൻ കഴിയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അപ്പാടെയാണ്. അത് അപ്പാടെ തകർക്കണമെങ്കിൽ വല്ല ഈ ന്യൂക്ലിയർ ആക്രമണം വല്ലതും നടത്തണം. അങ്ങനെ ന്യൂക്ലിയർ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യവുമല്ല എന്നുള്ളതാണ്. ലോകത്തിനെ മൊത്തം ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അത്തരത്തിൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ഭരണ സംവിധാനത്തെ, സൈന്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അതിനെ മരവിപ്പിക്കാൻ, തളർത്തിക്കിടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് അമേരിക്ക തുനിയുന്നത്. ആ പദ്ധതിയാണ് ഇറാൻ്റെ സ്വൈര ജീവിതത്തെ, അവിടുത്തെ ജനജീവിതത്തെ തകർക്കുക എന്നുള്ളത്. അപ്പോൾ അമേരിക്ക ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നു. അതായത് ഇറാൻ അമേരിക്കയുടെ ഒരു ഹെലികോപ്റ്റർ ആക്രമിക്കുന്നു,
അതിന് മറുപടിയായി ഇറാനിലേക്ക് രൂക്ഷമായ ആക്രമണം അമേരിക്ക നടത്തുന്നു. പ്രതികാരമായി ഇറാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുന്നു. അപ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ഇനി നിങ്ങളുടെ സ്വൈര ജീവിതമാണ്, നിങ്ങളുടെ വൈദ്യുത നിലയങ്ങളും ജലസ്രോതസ്സുകളുമാണ് എന്ന്. അപ്പോൾ ഇറാൻ എന്താണ് പറയുന്നത്? ഹോർമുസ് ഞങ്ങൾ അടയ്ക്കുമെന്ന്. അപ്പോൾ ഗുരുതരമായ ഒരു ആക്രമണം നടത്തിയാലല്ലാതെ, ഇല്ലെങ്കിൽ IRGCയെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ഒരു മേൽക്കൈ നേടിയെന്ന് പറയാനേ കഴിയില്ല എന്നുള്ളതാണ്. ഇറാൻ എന്ന് പറയുന്നത് നിസ്സാര ശക്തി അല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം. അതിനിടയ്ക്ക് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഗുരുതര പ്രശ്നത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പണപ്പെരുപ്പം ഏതാണ്ട് 4% എത്തിയിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രശ്നത്തിനെ പറ്റി മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ട്രംപ് പറയുകയാണ്, ഇത് 2023 3.8% എന്ന് ഓർക്കണം. അവിടെ നിന്നാണ് 4% എത്തിയിരിക്കുന്നത്. ഇത് നിസ്സാരമല്ല. അപ്പോൾ ട്രംപ് ഒരു വലിയ കാര്യം, വലിയ നേട്ടത്തെ പറ്റിയിട്ട് മാധ്യമപ്രവർത്തകരോട് പറയുന്നു. അതായത്, ഞാൻ ഇറാനിൽ നിന്ന് 10 കോടി ബാരൽ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ എത്തിച്ചു. 200 കപ്പലുകളിലായിട്ടാണ് 10 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടേക്ക് എത്തിച്ചു. ആരും അറിഞ്ഞിട്ടില്ല. രാത്രിയിൽ കപ്പലുകളുടെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ വളരെ നിശബ്ദമായി കടലിലൂടെ സഞ്ചരിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. അതായത്, ഇറാൻ്റെ റഡാർ സംവിധാനങ്ങളെല്ലാം തകർത്തത് കൊണ്ട് ഇത്തരത്തിൽ കപ്പൽ പോകുന്ന അവർക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അവർക്കറിയാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഈ കടലിലൂടെ പോകുന്ന കപ്പൽ ലൈറ്റ് ഓഫ് ചെയ്തതുകൊണ്ട് അവർക്ക് കാണാനും പറ്റിയില്ല. വളരെ വിചിത്രവാദമാണ്. എന്നിട്ട് ഈ 200 കപ്പലുകളും അമേരിക്കയിലെത്തി അവിടുത്തെ എണ്ണക്കിണറുകളിൽ ഇല്ലെങ്കിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെല്ലാം നിറച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ട്രംപ് പറയുന്നു, ഈ പണപ്പെരുപ്പത്തിന് ചോദ്യം വന്നപ്പോഴുള്ള മറുപടിയാണെന്ന് കൂടി ഓർക്കണത്. പറയുകയാണ്, ഈ 10 കോടി ബാരൽ എണ്ണ എത്തിയതുകൂടി ക്രൂഡ് ഓയിലിൻ്റെ വില ഞാൻ പിടിച്ചു നിർത്തി. $90 ഇപ്പോഴും ക്രൂഡ് ഓയിലിൻ്റെ വില. അത് $200 എത്തേണ്ടതായിരുന്നു ബാരലിൻ്റെ വില. അങ്ങനെ എത്തിയില്ല. അതിന് കാരണം എൻ്റെ ഈ വലിയ നീക്കമാണ്. കപ്പലുകൾ ഏതെന്നോ എപ്പോഴാണ് അവിടുന്ന് ഈ എണ്ണ നിറച്ച് ഈ കപ്പലുകൾ യാത്ര തിരിച്ചതെന്നോ ഒരു കാര്യവും അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല. എന്തൊക്കെയാണ്, എവിടേക്കാണ് കൊണ്ടുവന്നതെന്നോ ഒന്നും വ്യക്തമല്ല. എങ്ങനെ ഈ കപ്പലുകൾ ഏത് മാർഗത്തിൽ സഞ്ചരിച്ചു എന്നതിനെ പറ്റിയിട്ടും വ്യക്തമല്ല. അടിമുടി ദുരൂഹമായിട്ടുള്ള ഒരു വ്യാജ ഒരു നിർമ്മിതിയാണ് ഈ പറയുന്ന ട്രംപിൻ്റെ വാക്കുകളിൽ കാണാൻ കഴിയുന്നത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വാഷിങ്ടൺ പോസ്റ്റ് ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്, പഴയ കണക്കാണ്. അതായത്, ട്രംപിൻ്റെ 1ാം ടേണിൽ ട്രംപ് പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ പ്രസിഡൻ്റ് ചെയ്ത കാര്യം. അതായത്, പ്രസിഡൻ്റ് ഓരോ ദിവസവും 20 25 കള്ളങ്ങൾ പറയുമായിരുന്നു. അതായത്, ഒരു ദിവസം 1 മണിക്കൂറിൽ ഏറ്റവും കുറഞ്ഞത് 1 നുണ പറയുന്ന ആളായിരുന്നു ട്രംപ്. ആ ട്രംപിൻ്റെ നുണകളിലൊന്ന് മാത്രമാണ് ഈ ടേമിലെ ഏറ്റവും വലിയ നുണ ഇതാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്ന് വാഷിങ്ടൺ പോസ്റ്റ് അടക്കമുള്ളവർ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിഗുരുതരമായ ആരോപണമാണ് ട്രംപിന് നേരെ ഉയർന്നിരിക്കുന്നത് എന്ന് വ്യക്തം. ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ പരാജയം കൂടി ഇതിൽ കാണുന്നു. ഏതായാലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തവിടുപൊടിയാക്കി ഇറാൻ്റെ ആക്രമണം നടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.